നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഡിമിട്രിയോസ് ഡയമൻഡോക്കോസിനെ കുറിച്ച് തന്നെയുള്ളൊരു അപ്ഡേറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡിമിട്രിയോസ് ഡയമൻഡോക്കോസിനെ പരിക്ക് പറ്റി പുറത്തിരിക്കുകയെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടത്. എന്നാൽ അതിന് സജീവമായിട്ട് ഒരു വമ്പൻ ന്യൂസും കൂടെ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ് അടുത്ത മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിൽ ഫസ്റ്റ് 11-ൽ തന്നെ താരം കളിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡിമിട്രിയോസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹയസ്റ്റ് ഗോൾ സ്കോററിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിലവിൽ 8 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ അടിച്ചു കൂട്ടിയ താരമാണ് ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് എത്രയും പെട്ടെന്ന് ഈ താരത്തിനെ പരിക്കുമാറി ഗ്രൗണ്ടിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അഡ്രിയാൻ ലൂണയെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ അഡ്രിയാൻ ലൂണ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പരിക്ക് പറ്റി പുറത്തു പോയത്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു വിദേശ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫെഡർ എന്ന് പറയുന്ന വിദേശ താരത്തിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. അതിനുശേഷം എന്തായാലും ഈ സീസണിൽ അഡ്രിയാൻ ലൂണയ്ക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരാധകരുടെ ചോദ്യം, അഡ്രിയാൻ ലൂണയ്ക്ക് ഈ സീസൺ വരെയല്ലേ കരാറുള്ളൂ, അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയെ ടീമിൽ നിലനിർത്തുമോ എന്ന് തന്നെ. അതിനുള്ള ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ മറുപടിയിലൂടെ പറയാൻ പോകുന്നത്. അതായത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ താരത്തിനെ വിട്ടുകൊടുക്കുമോ എന്ന് നമുക്കിപ്പോഴും സംശയമാണ്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയുമായിട്ടുള്ള കരാർ വീണ്ടും ഒപ്പുവെക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ അഡ്രിയാൻ ലൂണ നമുക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി, അതായത് കേരളത്തിൽ ഇനിയും കളിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ അഡ്രിയാൻ ലൂണ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതലായി ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.